ദേവീസ് ഡിഷ് ആൻഡ് ഡെസ്റ്റിനേഷൻസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ചേമ്പ് കൊണ്ടുള്ള ഒരു കറിയാണ്. ചേമ്പ് എല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഇന്ന് എടുത്തിരിക്കുന്നത് ചെറിയ ചേമ്പല്ല, ഇച്ചിരി വലിപ്പമുള്ള ചേമ്പുണ്ടല്ലോ കടകളിൽ കിട്ടുന്നത്, ആ 2 ചേമ്പാണ് എടുത്തിരിക്കുന്നത്. ചേമ്പിൻ്റെ ഗുണങ്ങൾ നമുക്കറിയാം. ധാരാളം ഫൈബറുണ്ട്, കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇരുമ്പിൻ്റെ അംശമുണ്ട്, വൈറ്റമിൻസ് എല്ലാം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്ന ചേമ്പ് കൊണ്ട് അസ്ത്രമാണ്. നിങ്ങളുടെ നാടുകളിൽ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതൊന്നും തയ്യാറാക്കണം. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വേണ്ട ചേരുവകൾ ഏതാണെന്ന് നോക്കാം. ചെറുതായി മുറിച്ച് കഷ്ണങ്ങളാക്കിയ 2 ഇടത്തരം ചേമ്പ് കഴുകിയെടുത്തത്, അരമുറി തേങ്ങ ചെറുതായി ചുരണ്ടിയെടുത്തത്, 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, 1 സ്പൂൺ തൊലി കളഞ്ഞ ഉഴുന്ന്, 1 തണ്ട് കറിവേപ്പില, 5-6 ഇതൾ വെളുത്തുള്ളി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് മനസ്സിലാക്കി എടുക്കാം. 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് വേവിച്ചെടുക്കാം. അതിനായി ഒരു കുക്കറിൽ ചേമ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഒന്നോ രണ്ടോ വിസിൽ കൊണ്ട് തന്നെ വെന്ത് കിട്ടും. ചേമ്പ് വേകുന്നതിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടൊന്ന് അരച്ചെടുക്കാം. അതിനായി എടുത്തു വച്ചിരിക്കുന്ന തേങ്ങയും മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില ഇത്രയും കൂടി ഒരു മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ലപോലെ അരയേണ്ട, ചെറുതായി ഇടത്തരത്തിൽ അരച്ചാൽ മതി. ഇതിനിടയിൽ ചേമ്പ് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് നോക്കാം. ചേമ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കാം. ഇതിനായി ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് ചൂടായ ഉടൻ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വറ്റൽമുളകും കടുകും ഉഴുന്ന് പരിപ്പും ഇട്ട് കൊടുക്കും. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ കറിവേപ്പില കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് വേവിച്ചെടുത്ത ചേമ്പിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കടുക് പൊട്ടിച്ചതും ചേർത്ത് ചെറുതായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചേമ്പസ്ത്രം പാകമായി വരുന്നുണ്ട്. നമുക്കിത് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കാം.
ചേമ്പസ്ത്രം പാകമായിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇന്ന് ചേമ്പസ്ത്രം റെഡി ആയിട്ടുണ്ട്. ഇത് കുറുക്കിയെടുക്കാം, ചിലർ കുറുക്കി വയ്ക്കും. പിന്നെ ഞാനിന്ന് ഇത്തിരി ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ചോറിന് നല്ല രുചിയായിരിക്കും, അതേപോലെ തന്നെ കഞ്ഞിക്കും നല്ല രുചിയായിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക.